കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 730 ബാറുകളാണ് ഉണ്ടായിരുന്നത്. നിലവാരമില്ലാത്ത ഹോട്ടലുകൾക്ക് ലൈസൻസ് നിഷേധിച്ചതോടെ 418 ബാറുകൾ ആദ്യം പൂട്ടി. പിന്നീട് ബാറുകൾ തുറക്കുന്നതിൽ VM സുധീരനും ഉമ്മൻചാണ്ടിയും നേർക്കുനേർ പോരാടിയതോടെ 5 സ്റ്റാറിന് മാത്രമായി ബാർ അനുവദിച്ചുകൊണ്ട് പുതിയ മദ്യനയം വന്നു. ഇതോടെ സംസ്ഥാനത്ത് 33 പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമായി. ഇതിനെതിരെ ബാറുടമകൾ സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തിയെങ്കിലും ജനകീയ സർക്കാരിന് മദ്യനയം രൂപീകരിക്കാനുള്ള അവകാശത്തിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. പൂട്ടിയ 500-ലധികം ബാറുകൾ പിന്നീട് ബിയർ പാർലറുകളായി മാറി. ഇതിനിടെയാണ് ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യവിൽപ്പന സുപ്രീം കോടതി പൂർണ്ണമായും നിരോധിക്കുന്നത്. ഇതോടെ 13 പഞ്ചനക്ഷത്ര ബാറുകൾക്കും 60% ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും പൂട്ടുവീണു. ശേഷിക്കുന്നത് 140ഓളം ബിയർ പാർലറുകൾ മാത്രമാണ്. ഇതിൽ തന്നെ നല്ലൊരു പങ്കും സ്റ്റാർ പദവി പുതുക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ 100-ൽ താഴെ ഹോട്ടലുകൾക്ക് മാത്രമാകും ഇടതു സർക്കാരിന്റെ മദ്യനയത്തിൽ ബാർ ലൈസൻസ് ലഭിക്കുക. പുതുതായി വരുന്ന 3 സ്റ്റാറുകൾക്ക് കൂടി ബാർ കിട്ടുന്ന സാഹചര്യമുണ്ടായാൽ 2 സ്റ്റാറുകൾ കൂട്ടത്തോടെ 3 സ്റ്റാറുകളാക്കാനുള്ള ശ്രമമാകും ഇനി നടക്കുക. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.